ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UX Mania. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഫ്രീ ആയിട്ടൊരു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇടയ്ക്ക് വളരെ ഫ്രീ ആയിട്ടുള്ള കുറച്ച് റിസോഴ്സുകളും ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസുകളൊക്കെ കിട്ടുന്ന ചില വെബ്സൈറ്റുകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഡിസൈനേഴ്സിനും ഇതുപോലെ തന്നെയാണ് വളരെ സന്തോഷം തരുന്നൊരു നിമിഷമാണ്. കാര്യം ചെറിയൊരു വെബ്സൈറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ചിലപ്പോൾ ഇൻഫർമേഷൻസുകൾ അല്ലെങ്കിൽ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള റിസോഴ്സുകൾ ആ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വെബ്സൈറ്റുകൾ, കുറച്ച് ഫ്രീ ആയിട്ടുള്ള, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകൾ പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് figure.cc എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. വെരി ഈസി, ഡിസൈനേഴ്സ് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ നോൺ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ലെഫ്റ്റിലായിട്ട് വിഡ്ത്ത് ഹൈറ്റ് ഒക്കെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഡ്ത്തോ ഹൈറ്റോ കൊടുക്കാം. അതല്ല നമുക്ക് വിഡ്ത്ത് ഹൈറ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ എങ്കിലും പോസ്റ്റർ വല്ലതും ചെയ്യാനാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാമ്പിൾസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ട്വിറ്ററിൻ്റെ പോസ്റ്റോ ഫേസ്ബുക്കിൻ്റെതോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെതോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയോ ലിങ്ക്ഡിനോ എന്തായിരുന്നാലും നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സൈസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സൈസായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് താഴെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറേ സെറ്റിംഗ്സ് കിടക്കുന്നത് കാണാം. ഇപ്പോൾ ഈ കിടക്കുന്ന ഈ ട്രയാങ്കിൾ പോലുള്ള ഈ കാണുന്ന പോലുള്ള ഡിസൈൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടുന്ന് ട്രയാങ്കിളിൽ നിന്ന് വന്നതാണ്. ഈ ട്രയാങ്കിളിനകത്ത് നമ്മളിപ്പോൾ സർക്കിൾ ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സർക്കിളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടും. അതുപോലെ തന്നെ റെക്ടാങ്കിൾ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വേവ്സ് ടൈപ്പ് ഉണ്ട്. ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സ്റ്റൈൽ നമുക്ക് ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ ആയിട്ട് എമൗണ്ട്സ് ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കുറച്ച് നമ്മൾ ചെറിയ ചെറിയ വാല്യൂസുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത് കാണാം. ഓക്കെ, അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു ഡിസൈനർക്ക് മാത്രമല്ല ഡിസൈനേഴ്സ് അല്ലാത്ത ആൾക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് വന്നിരുന്നത് ഒരു ക്വിക്കായിട്ട് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതുപോലെ ചെറിയൊരു ഡിസൈൻസുകൾ മാറ്റി നോക്കാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സിംഗിൾ കളർ മതിയെങ്കിൽ ഇവിടുന്ന് സിംഗിൾ കളറാക്കി മാറ്റാം. അതല്ല ഏതെങ്കിലും ഒരു ഗ്രേഡിയൻ്റ് ആണ് വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ഗ്രേഡിയൻ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കളറിൻ്റെ ഗ്രേഡിയൻ്റിൻ്റെയൊക്കെ സൈസൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ല നമുക്ക് ഇത്തരത്തിലുള്ള ഷേപ്പ് അല്ല ഒരു ഇമേജ് ആണ് വേണ്ടതെങ്കിൽ ഇവിടെ കുറച്ച് ഇമേജസ് അവർ തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരുപാട് ഇമേജസ് നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാം, ഒരുപാട് ലോഡ് ചെയ്തെടുക്കാം ഇവിടുന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇമേജ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇമേജ് എടുത്ത് സെലക്ട് ചെയ്യുക, അതിനുശേഷം ജനറേറ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അത് വരും. അതിനുശേഷം നമുക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ മുകളിലത്തെ സ്റ്റൈൽ വേണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇമേജ് മാത്രമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇടുക. അതിന് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. അവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റുകൾ മാറ്റി കൊടുക്കാം. ആ ഒരു ടെക്സ്റ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ടെക്സ്റ്റ് ഇവിടെ റിഫ്ലക്ട് ചെയ്യും. താഴത്തെ ടെക്സ്റ്റ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ബോൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഇവിടെ ബോൾഡായി മാറും. അതുപോലെ തന്നെ താഴെ ടെക്സ്റ്റിൻ്റെ കളറുണ്ട്, ഇവിടെ നിന്ന് കളർ എടുത്തുകൊണ്ട് ഇഷ്ടമുള്ള കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടോപ്പിൽ കളറും ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻസും താഴെ കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് എവിടെ നിൽക്കണം, ലെഫ്റ്റ് ടോപ്പിൽ കിടക്കുന്നത് സെൻട്രലോട്ടോ മറ്റൊക്കെ മാറ്റണമെങ്കിൽ അതിനുള്ള പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, അലൈൻമെന്റ് എങ്ങനെ വേണമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ഇവിടെ വന്ന് ഒരു പോസ്റ്റർ വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റെസൊല്യൂഷനിൽ ഈ ഒരു ഇമേജ് സേവ് ആയി കിട്ടും. വളരെ ക്വിക്കാണ് അല്ലേ, വളരെ ഈസി. ഓക്കെ, അടുത്തതായിട്ട് മറ്റൊരു വെബ്സൈറ്റ് നമുക്ക് പരിചയപ്പെടാം. ഒരുപാട് കളർ പാലറ്റുകളുടെ വെബ്സൈറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നു മാത്രം. നിങ്ങൾക്ക് കളേഴ്സോ അല്ലെങ്കിൽ ഗ്രേഡിയന്റോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കളേഴ്സ് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് കളേഴ്സുകളുടെ പാലറ്റ്, ഗ്രേഡിയന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗ്രേഡിയന്റുകളുടെ കളക്ഷൻ. അതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ടും ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു കളർ പാലറ്റ് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് അതാണ് ഇൻസ്റ്റാഹ്യൂസ് എന്ന് പറയുന്നത്. ഇവിടെ വന്നാൽ ഒരുപാട് 4 കളർ പാലറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു പാലറ്റ് നിങ്ങൾ ചൂസ് ചെയ്തതിനു ശേഷം ഇവിടെ ആയിട്ട് ഈ ഒരു ഷേപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ പേജിലേക്ക് പോകും. നിങ്ങൾക്ക് ജസ്റ്റ് കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറിൻ്റെ ഹെക്സ് കോഡ് കോപ്പി ആയി കഴിഞ്ഞു. നിങ്ങളുടെ ഡിസൈൻ സോഫ്റ്റ്വെയറിൽ പോവുക, പേസ്റ്റ് ചെയ്യുക, ആ ഡിസൈൻ അവിടെ കളർ അവിടെ എടുക്കുക. ഓക്കെ, അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഏതെങ്കിലും നല്ല ഇഷ്ടപ്പെട്ട ഒരു കളർ പെട്ടെന്ന് ഒരു പാലറ്റ് എടുക്കുക, പെട്ടെന്നൊരു ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാലറ്റ് എടുക്കുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക, ആ കളർ നമ്മൾ ഹെക്സ് കോഡ് കോപ്പി ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്ന് നമ്മുടെ XDയിലോ ഫിഗ്മയിലോ എവിടെയാണെന്ന് വെച്ചാൽ പേസ്റ്റ് ചെയ്യുന്നു. ആ ഒരു കളർ നമ്മളവിടെ ചൂസ് ചെയ്യുന്നു. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒരു കളർ പാലറ്റിന് വേണ്ടി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്നും സമയം കളയണ്ട. ജസ്റ്റ് ഇവിടെ വരിക, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാലറ്റ് എടുക്കുക, കളർ കോപ്പി ഇടുന്നു, കളറിന്റെ ഹെക്സ് കോഡ് കോപ്പി ചെയ്തെടുക്കുക, ഡിസൈൻ ചെയ്തോളുക. ഓക്കെ, അടുത്തതായിട്ട് അതുപോലെ പ്രയോജനപ്പെടുന്ന മറ്റൊരു ഈസി ആയിട്ടൊരു വെബ്സൈറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതാണ് പിക്സൽ ട്രൂവിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അനിമേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമേജുകൾ, വളരെ സൂപ്പർബായിട്ടുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള കുറേ എഫക്റ്റുകളോട് കൂടിയ കുറച്ച് ഇമേജുകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതിൽ മൗസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു അനിമേഷൻ ഇവിടെ കാണാം. കണ്ടോ, അവിടെ ആയിട്ട് ഇങ്ങനെ ഇമേജുകൾ മാറുന്നതായിട്ടും അത് മൂവ് ചെയ്യുന്നതായിട്ടുള്ള അനിമേഷൻ കാണാം. അതുപോലെ ഓരോ ഇമേജിന്റെയും ടോപ്പിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു അനിമേഷൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത, ഈ വെബ്സൈറ്റിന്റെ പ്രത്യേകത, ഈ ലിങ്ക് എല്ലാം ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വന്നിട്ട് ഇവിടെ ഇത് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഈ കാണുന്ന ഈ ഒരു ഡിസൈനിന്റെ
ഇമേജ് PNG ഇമേജ്, കാണുന്ന PNG ഇമേജ് നല്ല ഹൈ റെസൊല്യൂഷനിലും അതുപോലെ തന്നെ ഇതിന്റെ GIF ഫോർമാറ്റും ഇതിന്റെ ഈ വീഡിയോ ഫോർമാറ്റും, വീഡിയോ ഫയൽ MP4 ആയിട്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രത്യേകത. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ രീതിയിലുള്ളത്, അതായത് ഡേ ലൈറ്റ്, സൺലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഓപ്ഷനിൽ അവർ തരും. അവിടെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇത്രയും ഹൈ റെസൊല്യൂഷനുള്ള ഇമേജും GIF ആയിട്ടുള്ളതും ഒക്കെ നമുക്ക് ഇവിടെ തരുന്നുണ്ട്. അതിന്റെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് വീഡിയോ ഫയലും കാണാം. വീഡിയോ ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലെയറിനകത്ത് ഓപ്പൺ ചെയ്യും. ചില പ്രത്യേക പർപ്പസുകളിൽ നമുക്ക് വെബ്സൈറ്റുകൾക്കും അതുപോലെ തന്നെ ചില യൂട്യൂബ് വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ അനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളും ഇമേജുകളും ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയേക്കാം. അത് വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള ചില ഡിസൈൻസിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ആയേക്കാം. അങ്ങനെ ഒരുപാട് തന്നിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കാണാം ഇവിടെ ഡൗൺലോഡ് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിന്റെയും AI ഫയൽ, SVG, PNG, MP4, GIF ഫോർമാറ്റ്, ഇത്രയും ഇത് നമുക്ക് തരുന്നുണ്ട്. അതും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചില പ്രത്യേക ഘട്ടങ്ങളിൽ യൂസ് ആവുന്ന ചില ഇമേജുകളും അനിമേറ്റഡ് മൂവീസുകളൊക്കെയാണ്. അതൊക്കെ ഡിസൈനേഴ്സിന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഹെൽപ്ഫുൾ ആയേക്കാം. ഓക്കെ, അതുപോലെ മറ്റൊരു വെബ്സൈറ്റ് കൊണ്ട് നമുക്ക് നോക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതും ഒരു പിക്സൽ ട്രൂവിന്റെ ഒരു പാക്കാണ്. അതിനകത്ത് അനിമേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐക്കോൺസുകൾ, ഇല്ലസ്ട്രേഷൻസുകളൊക്കെ തരുന്ന ഒരു വെബ് പോർട്ടലാണിത്. നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അനിമേറ്റഡ് ആയിട്ടുള്ള കുറേ ഇല്ലസ്ട്രേഷൻ ടൈപ്പായിട്ട് കുറേ AI ഫയൽ തരുന്നുണ്ട്. അതിന്റെ ഫിഗ്മ ഫയൽ, SVG, PNG ഒക്കെ നമുക്ക് തരുന്നുണ്ട്. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഈ കാണുന്ന പോലുള്ള അനിമേറ്റഡ് ആയിട്ടുള്ള ചില ഇല്ലസ്ട്രേഷൻസുകൾ, ചില വർക്കുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി സഹായിച്ചേക്കാം. ഞാൻ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് ഫോൾഡറിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ JSON ഫയൽ, അതായത് ആഫ്റ്റർ എഫക്ട്സിന്റെ JSON ഫയൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ PNG കിട്ടുന്നുണ്ട്, HTML ഫയലും കിട്ടുന്നുണ്ട്. വളരെ ഈസിയാണ്. ക്വിക്കായിട്ടുള്ള ചില പ്രോജക്റ്റുകൾക്ക് സഹായിക്കുന്ന ചില ലിങ്കുകളാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ തന്നെ നമ്മുടെ നിരന്തരമായിട്ടുള്ള ചില പെട്ടെന്നുള്ള വർക്കുകൾക്ക് നമ്മളെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. അത്തരത്തിലുള്ള കുറച്ച് ഫ്രീ റിസോഴ്സുകളാണ് നമ്മളിപ്പോഴൊക്കെ പറഞ്ഞത്. ഓക്കെ, അടുത്തായിട്ട് ഒരു വെബ്സൈറ്റും കൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതിനകത്ത് ഫ്രീ ആയിട്ടൊന്നും ഡൗൺലോഡ് ചെയ്യാനില്ല, പക്ഷേ ഡിസൈനേഴ്സ് എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് നമ്മളൊരു റിസോഴ്സ്ഫുൾ വെബ്സൈറ്റ് ആയിട്ട് പറയുന്നു മാത്രം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഇന്റർഫേസ് മ്യൂസിയം എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം 1, 2, 3, 4, 5 ബ്രൗസറുകൾ. നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 5 ബ്രൗസറുകളുടെ ലോഗോസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അതിൽ നിങ്ങളൊരു ബ്രൗസറിന്റെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ 2009 മുതൽ 2020 വരെയുള്ള ഡേറ്റുകളിലൂടെ കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് ഈ ഒരു ബ്രൗസറിന്റെ ഓരോ വർഷത്തെയും ലുക്ക് എങ്ങനെയായിരുന്നു, അതിന്റെ ഇന്റർഫേസ് ഡിസൈൻ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല അതിമനോഹരമായ ഒരു വെബ്സൈറ്റ് ആണ്. അതായത് സഫാരി ഞാൻ സെലക്ട് ചെയ്തതിനു ശേഷം 2009 സെലക്ട് ചെയ്താൽ ഇതായിരുന്നു 2009 സഫാരിയുടെ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് 2010 ആയി കഴിഞ്ഞാൽ 2010 വരും. അങ്ങനെ ഓരോ വർഷങ്ങളും നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിനകത്ത് മാറ്റങ്ങൾ വന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ ക്രോം സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോമിന്റെ 2011 അതിന്റെ ലുക്ക് എങ്ങനെയായിരുന്നു, 2012 ലുക്ക് എങ്ങനെയായിരുന്നു, അങ്ങനെ ഓരോ വർഷങ്ങളിലും സംഭവിച്ചു വന്നിരിക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഈ ബ്രൗസറുകളുടെ ലുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വെബ്സൈറ്റ് ആണിത്. യൂസർ ഇന്റർഫേസ് മ്യൂസിയം.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഇതൊക്കെ തന്നെ നമുക്ക് ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഒരുപാട് ഇൻസ്പിറേഷൻസുകളും അല്ലെങ്കിൽ ഒരുപാട് നമുക്കൊരു പ്രചോദനം തരുന്ന വെബ്സൈറ്റുകളാണ്. പിന്നെ ഈ ഫ്രീ റിസോഴ്സുകളും ഒക്കെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക വർക്കുകളൊക്കെ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കാം. വളരെ ഈസി ആയിട്ട് നമ്മുടെ വർക്ക് ഫ്ലോ നല്ല പെട്ടെന്ന് ഫാസ്റ്റ് ആക്കാൻ സഹായിച്ചേക്കാം. അപ്പോൾ ഈ വെബ്സൈറ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നെങ്കിൽ നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.